ഹലോ ഓൾ, വെൽക്കം ടു മൈ മെൻറ്റർ PSC. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് ദിനങ്ങളും പ്രമേയങ്ങളുമാണ്. ഈ കഴിഞ്ഞ PSCയുടെ ഏകദേശം എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ചൊരു ഭാഗമാണ്. ഒന്നുകിൽ ദിനങ്ങളെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രമേയങ്ങളെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതുപോലെ തന്നെ ആ ദിവസത്തെ പ്രമേയം 2024-ലെയും 2025-ലെയും പ്രമേയങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി PSCയുടെ വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം. നിങ്ങളെല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പുകളിലൊക്കെ ആയിരിക്കും. മൈ മെൻറ്റർ PSC ആപ്പ് 60 ദിവസത്തെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ക്രാഷ് കോഴ്സ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ജൂൺ 9-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. റിവിഷൻ ക്ലാസ്സും എക്സാമും ഒക്കെ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ 60 ദിവസത്തെ ക്ലാസ്സുകൾ കൃത്യമായി ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ദിനങ്ങളും പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് മൈ മെൻറ്റർ PSC ആപ്പിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യം നോക്കുന്നത് പ്രവാസി ഭാരതീയ ദിവസാണ്. എന്നാണ് പ്രവാസി ഭാരതീയ ദിവസ്? ജനുവരി 9. ജനുവരി 9-നുള്ള പ്രവാസി ഭാരതീയ ദിവസാണ് നമ്മൾ ആദ്യം നോക്കുന്ന ദിനം. അപ്പോൾ ജനുവരി 9-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസം അല്ലേ, അതാണ് ജനുവരി 9. ആ ദിവസമാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രവാസി ഭാരതീയ ദിവസിന് എന്തുണ്ട്? പ്രമേയമുണ്ട്. എല്ലാ ദിവസങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തീം ഇവിടെ വരുന്നുണ്ട്. എക്സാമിന് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2025-ലെ തീം നമുക്ക് ആദ്യം പഠിക്കാം. 2025-ലെയും 2024-ലെയും കറണ്ട് അഫയേഴ്സിൽ 2024-ഉം ചോദിക്കുന്നുണ്ട്, 2025-ഉം ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ 2025-ആണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് 2025-ലെ ഈ പറയുന്ന പ്രവാസി ഭാരതീയ ദിവസിൻ്റെ തീം എന്ന് പറയുന്നത്? വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ. അപ്പം പ്രവാസികളാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പം പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്ന ദിവസം പ്രവാസികളുടെ കാര്യം നമ്മൾ ആലോചിച്ച് വെക്കുക. എന്താണ്? വികസിത ഭാരതത്തിന്, നമ്മുടെ രാജ്യം വികസിതമാകുന്നതിന് പ്രവാസികളുടെ സംഭാവനകൾ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. 2025-ലെ തീം എന്ന് പറയുന്നത് ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്. അപ്പം വികസിത ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള പ്രവാസികളുടെ സംഭാവനകൾ. 2025-ൽ പ്രവാസി ഭാരതീയ ദിവസം എന്തിനെക്കുറിച്ച് പറയുന്നു? പ്രവാസികളുടെ സംഭാവനകൾ എന്ന് പറയുന്ന ഒരു ടേം ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അത് 2025-ലെ തീമാണ്. 2025 എന്ന് പറയുമ്പോൾ നമ്മൾ 18ാം പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പം ഒരു സമ്മേളനം നടത്തുന്നുണ്ട്. അത് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനമാണ് 2025-ൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ 2025-ൽ എത്രാമത്തെ സമ്മേളനം? 2025-ൽ 18ാമത്തെ സമ്മേളനം. ആ സമ്മേളനത്തിൽ നടന്ന വേദി ഏത് വേദിയാണ്? ഒഡീഷയിൽ ഭുവനേശ്വറിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. പേര് മറക്കരുത്, ഒഡീഷ ഭുവനേശ്വർ എന്നുള്ള പേര് ആലോചിച്ച് വെച്ചിരിക്കുക. 18ാം പ്രവാസി ഭാരതീയ ദിവസ്. തൊട്ട് മുന്നേ 2024-ൽ പ്രവാസി ഭാരതീയ ദിവസിന്റെ തീം എന്താണ്, അല്ലെങ്കിൽ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെയും പ്രവാസികൾ. നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രവാസികൾ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. അപ്പോൾ 2024-ലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 75ാമത് നമ്മുടെ സ്വാതന്ത്ര്യ ദിവസമൊക്കെ ആഘോഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അമൃത് കാൽ എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു അല്ലേ. 2047-ഓടുകൂടി ഇന്ത്യ വികസിത രാജ്യമാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ക്യാമ്പയിനാണ് അമൃത് കാൽ പദ്ധതി. അപ്പോൾ ആ അമൃത് കാലിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പദ്ധതി ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിനിങ് ആയിട്ട് നമ്മുടെ ഒരു ഭാരതം വികസിത രാജ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പുരോഗതിക്ക് വേണ്ടി നമ്മുടെ പ്രവാസികൾ എന്തൊക്കെ പങ്കാളിത്തങ്ങളാണ് കൊണ്ടുവരുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു 2024-ൽ എന്ത് ചെയ്തിട്ടുള്ളത്? തീമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഡയസ്പോറ റിലയബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ. അപ്പോൾ 2047-ഓടുകൂടി ഇന്ത്യ ഒരു വികസിത രാജ്യമാകുന്നതിനായിട്ട് പ്രവാസികളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം എങ്ങനെയാണ് എന്നുള്ളത് എവിടെയായിരുന്നു? 2024-ലെ തീമായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് 2025-ലേക്ക് വരുമ്പോൾ അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നു. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ, ഇതാണ് 2025-ലെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. നമ്മൾ ആദ്യം പഠിച്ചത് ജനുവരി 9 എന്ത് ദിവസമാണ്? പ്രവാസി ഭാരതീയ ദിവസാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസം എന്താണ്?
ജനുവരി മാസത്തിൽ തന്നെയാണ് ജനുവരി 12. എന്താ ജനുവരി 12ന്റെ പ്രത്യേകത? ജനുവരി 12ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ യുവജന ദിനമാണ്, നാഷണൽ യൂത്ത് ഡേ ആണ്. അപ്പോൾ ഈ യൂത്ത് ഡേ ആയിട്ട് ജനുവരി 12 തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതാരാണ്? സ്വാമി വിവേകാനന്ദൻ്റെ അല്ലേ, സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ജനുവരി 12 വിവേകാനന്ദൻ. ഓക്കെ, അപ്പോൾ ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ എന്താണ്, ജന്മദിനമാണ്. ആ ദിവസം നമ്മൾ ഇന്ത്യയിൽ എന്തായിട്ടാണ് ആചരിക്കുന്നത്? നാഷണൽ യൂത്ത് ഡേ അഥവാ ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ആ ദിവസത്തിനും ഏതൊരു പ്രത്യേകതയുള്ള ദിവസത്തെ പോലെ തീമുണ്ട്. ഈ വർഷം 2025 തീം എന്ന് പറയുന്നത് നമ്മൾ യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്തുണ്ടാവും? യുവജനങ്ങൾ എന്ന് പറയുന്നൊരു വിഭാഗം അവിടെ ഉണ്ടാവും. അപ്പോൾ യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അപ്പം തീം എന്താണ്? യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റിസൈലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പം എന്താണ്? സുസ്ഥിര ഭാവിക്കായിട്ടുള്ള യുവത്വം. യുവത്വമാണ് പ്രധാനമായി, നിങ്ങൾ ഇത്രയെങ്കിലും ഓർത്ത് വെക്കണം കൃത്യമായിട്ട്. എന്താണ്? സുസ്ഥിര ഭാവിക്കായി യുവത്വം. എങ്ങനെയാണ്? പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തുക. അപ്പം യുവജനങ്ങൾ അല്ലെങ്കിൽ യുവത്വം എങ്ങനെയാണ് പ്രതിരോധശേഷിയും അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്വങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ് 2025 എന്ത് തീം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? സുസ്ഥിര ഭാവിക്കായി യുവത്വം എന്നുള്ള ടാഗ് ലൈനോട് കൂടി നമ്മൾ അങ്ങ് ആലോചിച്ച് വെക്കുക. സുസ്ഥിര ഭാവിക്കായി യുവത്വം 2025 എന്താണ്? യുവജന ദിനത്തിൻ്റെ തീമാണ്. ഓക്കെ ആണല്ലോ. അത് 2025. 2024 പോകുമ്പോൾ തൊട്ടു മുന്നേ എന്താണ്? അറൈസ് അവേക്ക് ആൻഡ് റിയലൈസ് ദ പവർ യു ഹോൾഡ്. അപ്പോൾ എന്താണ്? എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ വഹിക്കുന്ന ശക്തിയെ തിരിച്ചറിയുക എന്ന് പറയുന്നതായിരുന്നു 2024 കോട്ട്. എന്താണ്? അറൈസ് അവേക്ക് ആൻഡ് റിയലൈസ് ദ പവർ യു ഹോൾഡ്. നിങ്ങളുടെ ആ ഒരു ശക്തിയെ നിങ്ങൾ തിരിച്ചറിയൂ എന്നുള്ള ആഹ്വാനം പറയുന്ന രീതിയിലായിരുന്നു ആ കോട്ട് വരുന്നത്. എന്താണ്? എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ വഹിക്കുന്ന ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു 2024 ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വന്നത്. അപ്പോൾ 2025 എന്തായിരുന്നു? സുസ്ഥിര ഭാവിക്കായി യുവത്വം എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടിയായിരുന്നുവെങ്കിൽ 2024 അത് എന്താണ്? എറൈസ് അവേക്ക് റിയലൈസ് ദ പവർ യു ഹോൾഡ്. എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ വഹിക്കുന്ന ശക്തിയെ തിരിച്ചറിയുക. അപ്പോൾ ഒന്നുമില്ല, നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളത് 2024 തീമായിരുന്നുവെങ്കിൽ 2025 സുസ്ഥിര ഭാവിക്കായി യുവത്വം എന്നുള്ള ടാഗ് ലൈനാണ് വരുന്നത്. നിങ്ങളത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അങ്ങനെ കുറച്ച് പോയിന്റുകൾ ഓർത്തു വെക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ദേശീയ യുവജന ദിനം എന്നാണ്, ജനുവരി 12. ഇനി നമുക്ക് ജനുവരി 25 നോക്കാം. ജനുവരി 25 പ്രത്യേകത എന്താണ്? ദേശീയ വോട്ടേഴ്സ് ദിനമാണ്. ദേശീയ വോട്ടേഴ്സ് ദിനമാണ്. വോട്ടേഴ്സ് ദിനത്തിനും എന്തുണ്ട്? തീമുണ്ട്. 2025 തീം നമുക്ക് നോക്കാം. എന്തായിരുന്നു 2025 തീം? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, വോട്ട് ഫോർ ഷുവർ. വോട്ട് ചെയ്യുന്നത് പോലെ ഒന്നുമില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. അപ്പം എന്തിനാണ് ഈ തീമുകൾ? നമുക്ക് ഓൾറെഡി അറിയാം. എന്തിനാണ്? നമ്മുടെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസവുമായി ബന്ധപ്പെടുന്ന ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നാഷണൽ വോട്ടേഴ്സ് ഡേ അഥവാ ദേശീയ വോട്ടേഴ്സ് ദിനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാരെ വോട്ട് ചെയ്യണമെന്നുള്ളത് അവരിലേക്ക് എത്തിക്കുന്നതാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്തിക്കാനാണ്. അതിൻ്റെ ടാഗ് ലൈൻ തന്നെ എന്താണ്? വോട്ട് ചെയ്യുന്നത് പോലെ ഒന്നുമില്ല, ഞങ്ങൾ തീർച്ചയായും വോട്ട് ചെയ്യും. അപ്പോൾ ഓരോ ഭാരതീയനും എന്ത് ചെയ്യണം? തീർച്ചയായും വോട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലുറപ്പിച്ച് വോട്ട് ചെയ്യാൻ പോകണം. അതാണ് ആ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നാണ് ദേശീയ വോട്ടേഴ്സ് ദിനം? ജനുവരി 25. അപ്പോൾ അത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ 2025 വോട്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2025 റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. റിപ്പബ്ലിക് ദിനം എന്നാണ് എന്നുള്ളത് നമുക്കറിയാം. ജനുവരി 26. നമ്മൾ അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ വർഷം 2025 ഇന്ത്യ 76ാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത്. 76ാമത് റിപ്പബ്ലിക് ദിനം 2025 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യ ആചരിച്ചു അല്ലേ. ആ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്കറിയാം, റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? പരേഡുകൾ ഉണ്ടാവും അല്ലേ. ആ പരേഡുമായി ബന്ധപ്പെട്ടൊരു തീം ഉണ്ടായിരുന്നു. ആ തീമാണ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ്.
ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയും, ചിലയിടത്ത് ഹെറിറ്റേജ് ആൻഡ് പ്രോസസ് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ, ഹിന്ദിയിലാണ് ആ ഒരു തീം വരുന്നത്. അത് നമുക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും. എന്താണ് സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും എന്ന് പറയുന്ന ഒരു തീമായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. 2025 റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പം എന്താണ് സുവർണ ഇന്ത്യ പൈതൃകവും അതുപോലെ തന്നെ എന്താണ് വികസനവും എന്നുള്ളതായിരുന്നു 2025 റിപ്പബ്ലിക് ഡേയുടെ പരേഡിൻ്റെയൊക്കെ തീം എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ഡേയിലെ മുഖ്യ അതിഥി അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ വർഷവും നമുക്കൊരു അതിഥി ഉണ്ടാവും. ഈ വർഷം 2025 മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പ്രബോവോ സുബിയാന്റോ. എന്താണ്? പ്രബോവോ സുബിയാന്റോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഈ വർഷത്തെ 2025 റിപ്പബ്ലിക് ഡേയുടെ അതിഥിയായിട്ട് വന്നത്. നമുക്ക് ഈ പരേഡുകളുമായി ബന്ധപ്പെട്ട് ടാബ്ലോകളൊക്കെ നടക്കാറുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും ടാബ്ലോ നടത്താറുണ്ട്. ഈ വർഷം ആ ടാബ്ലോയിൽ മികച്ച ടാബ്ലോ എന്ന് പറയുന്നതിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശിനാണ്. 1ാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശാണ്. കുംഭമേളയായിരുന്നു അവരുടെ ടാബ്ലോ എന്ന് പറയുന്നത്. 2ാമത് സ്ഥാനം നേടിയത് ത്രിപുരയാണ്. 3ാം സ്ഥാനം നേടിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശാണ്. 1ാം സ്ഥാനം ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം ത്രിപുര, 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനായിരുന്നു. ആരായിരുന്നു മുഖ്യാതിഥി? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രബോവോ സുബിയാന്റോ. പ്രബോവോ സുബിയാന്റോ ആയിരുന്നു ഈ വർഷത്തെ അതിഥിയായിട്ട് വന്നത്. തീം എന്തായിരുന്നു? സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും. സുവർണ ഇന്ത്യ പൈതൃകവും വികസനവും എന്നുള്ളതായിരുന്നു 76ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ തീമായിട്ട് വന്നത്. ഓക്കെ, അടുത്തത് ലോക തണ്ണീർത്തട ദിനമാണ്. എല്ലാ പ്രാവശ്യവും PSC ഒരുപാട് വട്ടം ചോദിക്കുന്നതും ആവർത്തിച്ച് അല്ലെങ്കിൽ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുള്ളൊരു ദിനമാണ് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെടുന്ന ദിനം. എന്നാണത്? ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്. തണ്ണീർത്തട ദിനത്തിന് എല്ലാ വർഷവും തീമുകളുണ്ട്. നമ്മൾ കൃത്യമായിട്ട് PSCയിൽ പഠിച്ചു പോകുന്നൊരു ദിവസവുമാണ്, തീമുമാണ്. 2025 തീം എന്താണ് നമുക്ക് ആദ്യം നോക്കാം. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. എന്താണ്? നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു. അപ്പം തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം തണ്ണീർത്തടം ദിനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നൊരു വാക്കുണ്ടാവും അല്ലേ. അപ്പം ഇവിടെ എന്താണ് 2025 നമ്മൾ കുറച്ച് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ, ഭാവിയെക്കുറിച്ച് കാണുകയാണ്. പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യാണ്? സംരക്ഷിക്കുന്നു. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുകയാണ് നമ്മുടെ ഒരു പൊതുവായ കോമൺ ഫ്യൂച്ചർ, പൊതുവായ ഭാവിക്ക് വേണ്ടി എന്നുള്ളതാണ് 2025 തീം. 2024 തണ്ണീർത്തടങ്ങളും മനുഷ്യന്റെ ക്ഷേമവുമായിരുന്നു തീം. എന്തായിരുന്നു? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ള തീമായിരുന്നു 2024 തണ്ണീർത്തടങ്ങളും മനുഷ്യന്റെ ക്ഷേമവും. അത് 2025 എന്തായി? നമ്മൾ ഭാവിയിലേക്ക് എന്ത് ചെയ്യണം? തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കണം. സോ പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ, അഥവാ നമ്മുടെ പൊതുവായ ഭാവിക്ക് വേണ്ടിയിട്ട് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു തീം. എന്നാണ് തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്? ഫെബ്രുവരി 2. അപ്പം ദിവസവും പഠിക്കുക, ദിനവും പഠിക്കുക, അതുപോലെ തന്നെ പ്രമേയങ്ങളും പഠിക്കുക. ഓക്കെ, ഇനി ഫെബ്രുവരി 2 കഴിഞ്ഞ് നമ്മൾ 4ലേക്ക് പോവുകയാണ്. ലോക ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 4 എന്ത് ദിനമാണ്? ലോക ക്യാൻസർ ദിനമാണ്. ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രമേയം എന്ന് പറയുന്നത് 2025 അത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അതുല്യമായ ഐക്യം. 2025 മുതൽ 2027 വരെ ഈ ഒരു തീമിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ആളുകളും വ്യക്തിപരമായ രീതിയിൽ ക്യാൻസറിനെതിരെ അല്ലെങ്കിൽ ക്യാൻസറിനെ ചെറുക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക. അപ്പം ഒരുപാട് ഓരോരുത്തരായിട്ട് അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോമൺ ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്യാൻസർ പറയുന്ന ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് 2025 പറയുന്ന തീം. എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അതുല്യമായ ഐക്യം എന്നുള്ളതാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ. ഓക്കെ, 2024 തൊട്ട് മുന്നത്തെ വർഷം എന്ന് പറയുന്നത് ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നുള്ളതായിരുന്നു.
ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നുള്ളതായിരുന്നു 2024 ആ ഒരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദിവസം ക്യാൻസർ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ദിവസത്തിൻ്റെ അവസാനത്തെ ആ ഒരു തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത്. 2022 മുതൽ 2024 വരെ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രധാനമായിട്ടൊരു തീം ഉണ്ടായിരുന്നു അവർക്ക്. പരിചരണ വിടവ് നികത്തുക അല്ലെങ്കിൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതായിരുന്നു 2022 മുതൽ 2024 വരെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു തീമായിരുന്നു അത്. 2022 മുതൽ 2024 വരെയുള്ള പൊതുവായിട്ടുള്ളൊരു തീമായിരുന്നു ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് 2024 ആ ഒരു ദിവസത്തിലേക്ക് വരുമ്പോൾ ഒരു ഫൈനലായിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നുള്ളതായിരുന്നു. ക്ലിയർ ആണല്ലോ. ഇത് 2025 വരുമ്പോൾ എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. ഓർക്കാൻ എളുപ്പമുണ്ട്, വളരെ ചെറിയതാണ്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മുടെ തീമായിട്ട് വരുന്നത്. 2025 മുതൽ 27 വരെയുള്ളൊരു ക്യാമ്പയിൻ പോലെയാണ് ആ ഒരു തീം വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നോക്കുക. എന്താണ് നമ്മൾ പഠിച്ചത്? ലോക ക്യാൻസർ ദിനം. ഇനി അടുത്തത് ദേശീയ ശാസ്ത്ര ദിനം. നമ്മുടെ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ശാസ്ത്രദിനമാണ്. ഫെബ്രുവരി 28 അല്ലേ? CV രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ച 1928 ഫെബ്രുവരി 28 എന്ന് പറയുന്ന ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദേശീയ ശാസ്ത്ര ദിനമായിട്ട് വരുന്നത്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ 2025 തീം പഠിക്കണം. ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂത്തിൻ്റെ കൂടെയാണ് പോകുന്നത്. എംപവറിംഗ് ദ ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത ഭാരത്. അപ്പം ആ ഒരു ടേം നിങ്ങൾ ഓർക്കണം. മിക്കവാറുമുള്ള എല്ലാ തീമിലും ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാവും. അപ്പോൾ എംപവറിംഗ് ദ ഇന്ത്യൻ യൂത്ത് ശാസ്ത്രമാണ്. അപ്പോൾ ശാസ്ത്രമാണ്, ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ അവിടെ യൂത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. എന്തിനു വേണ്ടിയിട്ടാണ്? വികസിത ഭാരതത്തിനായി ശാസ്ത്രത്തിലും നവീകരണത്തിലും ആഗോള നേതൃത്വത്തിനായി ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക. അപ്പോൾ ഇന്ത്യൻ യുവാക്കളെ എന്ത് ചെയ്യണം? ശാക്തീകരിക്കണം. എന്തിനാണ്? ശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നവീകരണത്തിനും ആഗോള നേതൃത്വത്തിന് വേണ്ടിയിട്ട് ഭാരതം ഒരു വികസിത രാജ്യമാകുന്ന സമയത്ത് ഇന്ത്യൻ യൂത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കമായിട്ടാണ് 2025 തീം. ഇന്ത്യയുടെ യുവാക്കളെ ശാക്തീകരിക്കുകയാണ്. അത് ശാസ്ത്രീയമായ രീതിയിൽ നവീകരിക്കുക, അതുപോലെ തന്നെ ആഗോളതലത്തിലേക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ യൂത്ത് പോകുന്നതാണ് 2025 തീം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, തൊട്ട് മുന്നേ 2024 വന്നാൽ ഇൻഡിജീനിയസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്. അവിടെ നമ്മൾ 2024 മുതൽ ആ വികസിത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2024 വികസിത ഭാരതം ഉണ്ടായിരുന്നു. അവിടെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ, വികസിത ഭാരതത്തിനായിട്ടുള്ള തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ എന്നുള്ളതായിരുന്നു 2024 തീം. തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ. സയൻസുമായി ബന്ധപ്പെട്ട് 2024 തദ്ദേശീയമായ സാങ്കേതിക വിദ്യകളായിരുന്നുവെങ്കിൽ 2025 വന്നാൽ ഈ വർഷം അതെന്തായിരുന്നു? നമ്മുടെ യുവാക്കളെ ശാക്തീകരിക്കുകയാണ്. ഏതൊക്കെ മേഖലയിലാണ്? ശാസ്ത്രപരമായ രീതിയിലും അതുപോലെ തന്നെ നവീകരണത്തിനും ഒക്കെ വേണ്ടിയിട്ടും നേതൃത്വത്തിലേക്ക് ആഗോളതലത്തിലെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് വേണ്ടി യുവാക്കളെ ശാക്തീകരിക്കുക എന്നുള്ളതായിരുന്നു 2025 ലക്ഷ്യം അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ദേശീയ ദിനം? ശാസ്ത്ര ദിനം എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, PSC ആവർത്തിച്ച് ചോദിക്കുന്നതുമാണ്. March 8 അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? March 8. അപ്പോൾ ഈ അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് 2025 തീം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കറണ്ട് അഫെയർസിൽ വരുന്ന മാർച്ചിൽ നടന്നതാണ്. മാർച്ചിലെ തീമാണ് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെൻറ്റ്. ഇതാണ് UN തീം എന്ന് പറയുന്നത്. ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും
അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. എന്താണ്? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നുള്ളതായിരുന്നു 2025 തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു ക്യാമ്പയിൻ, ഇന്റർനാഷണൽ വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടൊരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ്റെ തീമാണ് ആക്സിലറേറ്റ് ആക്ഷൻ എന്ന് പറയുന്ന തീം. രണ്ടും കൂടി തമ്മിൽ തെറ്റരുത്. 2025 ക്യാമ്പയിൻ എന്താണ്? അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ്റെ തീമാണ് ആക്സിലറേറ്റ് ആക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ്? പ്രവർത്തനം ത്വരിതപ്പെടുത്തുക, സ്പീഡിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ള എന്താണ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ദിവസത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ്, ഇക്വാളിറ്റി, എംപവർമെൻറ്റ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നുള്ളതായിരുന്നു. ഓക്കെ, 2024 കൂടി നമ്മൾ പഠിക്കുകയാണ്. എന്താണ്? ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു 2024 എന്ത് വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2025 തീം എന്താണ്? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ അവകാശങ്ങളും സമത്വങ്ങളും ശാക്തീകരണം. ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് എന്ന് പറയുമ്പോൾ അത് 2025 തീമാണ്. അതിൽ ആക്സിലറേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ആ ദിനവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ്റെ തീമാണ്. 2025 ക്യാമ്പയിൻ്റെ തീമാണ്. 2024 എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റ് ഇൻ വുമൺ, എന്താണ്? ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് 2024 തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ട്. അടുത്തത് മാർച്ച് 15. എന്താണ് മാർച്ച് 15ൻ്റെ പ്രത്യേകത? മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമാണ്. ലോക ഉപഭോക്തൃ ദിനമാണ്. ഏത്? മാർച്ച് 15. ആ ദിവസത്തിനും ഒരു തീമുണ്ട് അല്ലെ? കൺസ്യൂമേഴ്സിനായിട്ടും തീമുകളൊക്കെ ഉണ്ട്. അതിൽ 2025 തീം എന്താണ്? എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഓർക്കുക, 2025 ലൈഫ് സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം. 2025 തീം എന്താണ്? സുസ്ഥിര ജീവിത ശൈലിയിലേക്കുള്ള നീതിയുക്തമായിട്ടുള്ള മാറ്റം എന്നുള്ളതാണ് 2025 തീം. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. അതാണ് ലോക ഉപഭോക്തൃ ദിനവുമായി ബന്ധപ്പെട്ട എന്ത് 2025 തീം. 24 അത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് ന്യായമായും ഉത്തരവാദിത്തമുള്ളതുമായ AI. അതായിരുന്നു 2024 തീം. 2024 AI ആയിരുന്നു തീമിൽ വന്നതെങ്കിൽ ഇവിടെ എന്താണ്? ട്രാൻസിഷൻ ആണ്. എന്തിലേക്ക്? സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈലിലേക്കുള്ള ട്രാൻസിഷൻ, സുസ്ഥിരമായ ജീവിതശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം. അതെന്ത് തീമാണ്? 2025 തീമാണ്. ഇത് ദിവസം എന്നാണ്? മാർച്ച് 15 മാർച്ച് 15 എന്ത് ദിവസമാണ്? ലോക ഉപഭോക്തൃ ദിനമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് മാർച്ച് 15. അടുത്തത് മാർച്ച് 21. എന്താണ് മാർച്ച് 21ൻ്റെ പ്രത്യേകത? ലോക വനദിനമാണ്. എന്ത് ദിനമാണ്? വനദിനമാണ്. അപ്പം വനദിനത്തിൻ്റെ പ്രമേയം നമ്മൾ നോക്കുകയാണ്. മാർച്ച് 21 ലോക വനദിനം. വളരെ ഈസിയാണ്. ഫോറസ്റ്റ് ആൻഡ് ഫുഡ്, വനങ്ങളും ഭക്ഷണവും. വനങ്ങളും ഭക്ഷണവും എന്നുള്ളതാണ് 2025 തീം. അപ്പം വനവുമായി ബന്ധപ്പെട്ട് വനമൊക്കെ നശീകരണം ഒക്കെ നടത്തുന്നൊരു സമയമാണ്. അപ്പോൾ അതിനൊക്കെ എതിരെയാണ്. അപ്പം വനവും ഒക്കെ എന്താണ്, കാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭക്ഷണം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. വനങ്ങളും ഭക്ഷണവും എന്നുള്ളതാണ് 2025 തീം. ഓക്കെ, ഫുഡ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ഫുഡാണ്. വനങ്ങളും ഭക്ഷണവും എന്നുള്ളതാണ് 2025 തീം. 2024 തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. എന്താണ്? വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായിട്ടുള്ള പുതിയ പരിഹാരങ്ങൾ. വനങ്ങളും നവീകരണങ്ങളും എന്നുള്ളതാണ് ആദ്യം 2024 എങ്കിൽ ഇപ്പം എന്താണ്? വനങ്ങളും ഭക്ഷണവും എന്നുള്ളതായിട്ട് മാറി. ഓക്കെ ആണല്ലോ? അപ്പം വനങ്ങളെ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട ലോകം, വനങ്ങളെ നവീകരിക്കുക, മെച്ചപ്പെട്ട ലോകത്തിനായിട്ടുള്ള എന്താണ്? പുതിയ പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് 2024 തീമായിരുന്നു. അത് ലോക വനദിനവുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ലോക വനദിനം? മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനം. ആ വനദിനത്തിൻ്റെ 2025 തീം എന്താണ്? വളരെ സിമ്പിളാണ് പഠിക്കാൻ. ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. എന്താണ്? വനങ്ങളും ഭക്ഷണവും എന്നുള്ളതാണ് തീം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് 2025 ലോക വനദിനവുമായി ബന്ധപ്പെട്ടത്. 21 പഠിച്ചാൽ നമ്മൾ 22 പഠിക്കും. എന്താണ് മാർച്ച് 22? ലോക ജലദിനമാണ്. ജലദിനവും
വളരെ എളുപ്പം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഗ്ലേസിയർ പ്രിസർവേഷനാണ്. ഹിമാനി സംരക്ഷണം എന്നുള്ളതാണ് ലോക ജലദിനത്തിൻ്റെ 2025 തീം. എന്താണ്? ഹിമാനി സംരക്ഷണം. അതും വളരെ ചെറിയൊരു തീമാണ്. ഹിമാനി സംരക്ഷണം 2025 എന്ത് തീമാണ്? ലോക ജലദിനവുമായിട്ടുള്ള തീമാണ്. ഗ്ലേസിയർ പ്രിസർവേഷനാണ്. അപ്പോൾ എന്താണ്, ഗ്ലേസിയർ ഒക്കെ നശിച്ചു പോകാതിരിക്കാൻ, കാലാവസ്ഥ വ്യത്യാസമൊക്കെ വരുന്നതനുസരിച്ച് ആ ഗ്ലേസിയർ എന്ത് ചെയ്യണം, നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ അതിനെ സംരക്ഷിക്കണം. ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ശരിക്കും എന്താണ് ഹിമാനി സംരക്ഷണം എന്ന് പറയുന്ന തീമിലേക്ക് എത്തുന്നത്. ഓക്കെ, അത് 2025 തീമാണ്. 2024 സമാധാനത്തിനായി ജലം, ലിവറേജിങ് വാട്ടർ ഫോർ പീസ്. വാട്ടർ, വെള്ളവും സമാധാനം, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2024 തീം കിട്ടും. എന്താണ്? സമാധാനത്തിനായി ജലം എന്നുള്ളതായിരുന്നു 2024 തീം എന്ന് പറയുന്നത്. 2025 എന്തായി? ഹിമാനി സംരക്ഷണം അഥവാ ഗ്ലേസിയർ പ്രിസർവേഷനാണ് 2025 തീം. ക്ലിയർ ആണല്ലോ? അപ്പം എന്നാണ് ലോക ജലദിനം? മാർച്ച് 22. അപ്പം വനമായി, ജലമായി. ഇനി നമ്മൾ എന്ത് നോക്കണം? കാലാവസ്ഥ നോക്കണം അല്ലേ? കാലാവസ്ഥ എന്താണ്? മാർച്ച് 23 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനത്തിനും തീമുകളുണ്ട്. നമ്മൾ 2025 പഠിക്കും, 24 പഠിക്കും. എന്താണ് 25 തീം? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ഇപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അത് ഓർത്തിരിക്കുക എളുപ്പമാണ്. നമ്മളിപ്പോൾ മുന്നറിയിപ്പുകൾ തരും അല്ലേ? അപ്പം മുന്നറിയിപ്പുകൾ തരുമല്ലോ. അപ്പോൾ തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രിക്വേഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പം വെള്ളപ്പൊക്കം വന്നാലും, പ്രളയം വന്നാലും, മഴ കൂടിയാലും ഒക്കെ നമുക്ക് അലേർട്ടുകൾ തരും. അപ്പോൾ ആ അലേർട്ട് തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ ഒരു പ്രിക്വേഷൻ എടുത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കാൻ, സുരക്ഷിതമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മാറി നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് 2025 തീം കിട്ടും. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് നികത്തുക. അപ്പോൾ എന്താണ്? മുൻകൂട്ടി നമുക്ക് അറിയിപ്പുകൾ തരിക എന്നുള്ളത് കാലാവസ്ഥ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ നമുക്കിപ്പോൾ നിരന്തരം തരുന്നൊരു ഇൻഫർമേഷൻസ് ഒക്കെ നേരത്തെ തന്നെ തരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക, മുൻകൂട്ടി എന്ത് ചെയ്യുക? അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മാറാൻ പറ്റും അല്ലേ? അപ്പോൾ അത് ഓർത്തിരിക്കുക. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. അപ്പോൾ ആ ഒരു ഏർലി വാർണിംഗ് ഗ്യാപ്പുമായി ബന്ധപ്പെട്ട് അത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തീം കൊണ്ടുവന്നിട്ടുള്ളത്. 2025 24 എന്തായിരുന്നു? അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ എന്നുള്ളതായിരുന്നു. അപ്പം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ് അല്ലേ? ഇപ്പം 2024 കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ എന്നുള്ളതായിരുന്നു തീമെങ്കിൽ ഇപ്പോൾ എന്താണ്? ഏർലി വാർണിംഗ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെയാണ്. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. അപ്പോൾ എന്താ വരും? മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് നികത്തുക. മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് 2025 കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് 23 ബന്ധപ്പെട്ടിട്ടുള്ള തീം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം മാർച്ച് 21 പഠിച്ചു, 22 പഠിച്ചു, 23 പഠിച്ചു. ഇത് നമ്മൾ 24 എന്താണ്? ലോക ക്ഷയരോഗ ദിനമാണ്. ലോക TB ഡേ അല്ലെങ്കിൽ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിനമാണ് മാർച്ച് 24 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിനത്തിനും എന്തുണ്ട്? നമുക്കറിയാം, അതിന് തീമുണ്ട്. 2024 തീം യെസ് വി ക്യാൻ എൻഡ് TB എന്നായിരുന്നു. യെസ് വി ക്യാൻ എൻഡ് TB. നമുക്ക് TB മാറ്റാം, അല്ലെങ്കിൽ TB മുക്തമാവാം എന്നുള്ളതൊക്കെ ആയിരുന്നു തീമെങ്കിൽ 25 വരുമ്പോൾ ഇതേ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നതോടൊപ്പം തന്നെ കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്ന് പറയുന്ന 3 വാക്കുകൾ വരുന്നുണ്ട്. കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. ഈ പറയുന്ന വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ 2025 24 യെസ് വി ക്യാൻ എൻഡ് TB എന്ന് പറയുന്ന ആ ഒരു തീമിൻ്റെ ഭാഗമായിട്ട് അത് വരുന്നുണ്ട്. കൂടാതെ 2025 ഒരൊറ്റ പ്രത്യേകത എന്താണ്? എക്സ്ട്രാ കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളത് കൂടി ആഡ് ചെയ്തു. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ് 2025 തീം. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2024 എന്തായിരുന്നു? യെസ് വി ക്യാൻ എൻഡ് TB. അതായിരുന്നു എന്താ 2024 തീം. എന്നാണ്? മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനിങ് നടത്തുന്ന ദിനമാണ്. ക്ലിയർ ആണല്ലോ? അപ്പം അത് മാർച്ച് 24. ഇനി നമുക്ക് ഏപ്രിൽ 7 നോക്കാം. എന്താണ് ഏപ്രിൽ 7 പ്രത്യേകത? ലോക ആരോഗ്യ ദിനമാണ്. ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7 എന്ന് പറയുന്നത്. ആരോഗ്യ ദിനത്തിനും എന്തുണ്ട്? തീമുണ്ട്. അപ്പോൾ ഏപ്രിൽ 7 നമ്മൾ ആചരിച്ചത് ലോക ആരോഗ്യ ദിനം. ആ 2025 തീം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഹെൽത്തി ബിഗിനിങ്സ്,
ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാപൂർണമായ ഭാവികൾ. വളരെ എളുപ്പമാണ്. ഹെൽത്തുമായി ബന്ധപ്പെട്ടാണ് രണ്ട് വാക്കുകൾ. ഹെൽത്തി ബിഗിനിങ്സ് ആണ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഹെൽത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്താണ്? ആരോഗ്യകരമായ തുടക്കം. തുടക്കം വളരെ ആരോഗ്യകരമായിരിക്കണം. ആരോഗ്യകരമായ തുടക്കമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രതീക്ഷയുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെയല്ല. ഇപ്പം കുറച്ചും കൂടി ആരോഗ്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങി. എന്താണ്? ഭാവിയിൽ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർത്താൽ മതി. എന്താണ്? നമ്മുടെ തുടക്കം വളരെ ഹെൽത്തി ആണെങ്കിൽ ഭാവി എന്തായിരിക്കും? വളരെ പ്രതീക്ഷയുള്ളതായിരിക്കും. ഓക്കെ, അത് 2025 തീമാണ്. ഇനി 24 തൊട്ട് മുന്നത്തെ വർഷം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എന്താണ്? മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു 2024 തീം. ആ തീമൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങൾ ഒരു 2 തവണയൊക്കെ അത് വായിക്കുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 2024 എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണെങ്കിൽ 2025 ആരോഗ്യകരമായ തുടക്കങ്ങൾ, എന്താണ്? പ്രതീക്ഷാപൂർണമായിട്ടുള്ള ഭാവികൾ എന്നുള്ളതായിരുന്നു. ലോക ആരോഗ്യ ദിനമാണ്. എന്നാണ് ലോക ആരോഗ്യ ദിനം? ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. അടുത്തത് ലോക ഭൗമദിനമാണ്. എന്നാണ് ലോക ഭൗമദിനം? ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. ഭൗമദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2024 25 പഠിക്കണം. 24 വളരെ എളുപ്പമായിരുന്നു. എന്താണ്? പ്ലാനറ്റ് വിയേഴ്സ് പ്ലാസ്റ്റിക്. പ്ലാനറ്റും പ്ലാസ്റ്റിക്കും തമ്മിലുള്ള ഒരു മത്സരം, കൈകോർപ്പനായിരുന്നു. എന്താണ്? പ്ലാനറ്റ് വിയേഴ്സ് പ്ലാസ്റ്റിക് എന്നുള്ളതായിരുന്നു 2024. പ്ലാസ്റ്റിക് എത്രമാത്രം നമുക്ക് പ്ലാനറ്റിൽ ദ്രോഹം ചെയ്യുന്നു എന്നുള്ളതറിയാം. അത് വെച്ച് നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമായിരുന്നു. ഇനി അടുത്ത 2025 അവർ പ്ലാനറ്റ്, അവർ പവർ, അവർ പ്ലാനറ്റ്. എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹമാണ്. അതാണ് ഭൗമദിനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓർത്തിരിക്കേണ്ടിയ 2025 തീം. എന്താണ്? അവർ പ്ലാനറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റ് ആണ്, നമ്മുടെ ശക്തിയാണ് നമ്മുടെ ഗ്രഹം എന്നുള്ളത് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഗ്രഹത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. അതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2025 തീമാണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്നാണ് ലോക ഭൗമദിനം? ഏപ്രിൽ മാസം 22-ാം തീയതിയാണ്. ഇനി അടുത്തത് എന്താണ്? അന്താരാഷ്ട്ര തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം. എന്താണ്? മെയ് 1. ഓക്കെ, അപ്പം മെയ് 1 മെയ് ദിനം. അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് 2025 24 തീം നമ്മൾ പഠിക്കും. 24 25 അതിൽ ആദ്യം 25 നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്. എന്തായിരുന്നു? തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും, അല്ലേ? അപ്പം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ് മെയ് 1 എന്ന് പറയുന്നത്. അവരുടെ സുരക്ഷയും അവരുടെ ആരോഗ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് 2025 തീം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവുമായിരുന്നു. തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള തീം 2025 മെയ് ദിനത്തിൻ്റെ തീം. അതിന് തൊട്ട് മുന്നത്തെ വർഷം 2024 എന്തായിരുന്നു? എൻഷുവർ വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് ദ ഹെൽത്ത് അമിഡ്സ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനിടയിൽ ജോലിസ്ഥല സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തുക. വളരെ എളുപ്പമാണ്. നമുക്ക് ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷയും ആരോഗ്യവും രണ്ടിടത്തും വരുന്നുണ്ടല്ലേ. അപ്പം ജോലിയുടെ സുരക്ഷയും ആരോഗ്യവും എന്ന് പറയുന്നത് 2024 25 വരുന്നുണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. 2024 ആയിരുന്നപ്പോൾ ഒരു കാലാവസ്ഥാ വ്യതിയാനം കൂടി ഉണ്ടായിരുന്നു. അപ്പം രണ്ടെണ്ണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം എന്നുണ്ടെങ്കിൽ അതെന്താണ്? 2024 കഴിഞ്ഞ തീമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് 25 ചോദിക്കുന്നതെങ്കിൽ ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ എഴുതാം. തൊഴിലാളികളുടെ സുരക്ഷ ആരോഗ്യം. തൊഴിലാളികളുടെ സുരക്ഷ ആരോഗ്യം എന്നുള്ളതായിരുന്നു 2025 ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതെന്ത് ദിനമാണ്? മെയ് ദിനം, മെയ് 1. അടുത്തത് മെയ് 7 ലോക അത്ലറ്റിക്സ് ഡേ, അല്ലേ? വേൾഡ് അത്ലറ്റിക്സ് ഡേ അല്ലെങ്കിൽ ലോക അത്ലറ്റിക്സ് ദിനവുമായി ബന്ധപ്പെട്ട് മെയ് 7 ആചരിച്ചു. അതിൻ്റെ തീം നമ്മൾ പഠിക്കാൻ പോകുന്നു. 25 തീം 2025 എന്താണ്? റിലേ അറൗണ്ട് ദ വേൾഡ് ചലഞ്ച്. റിലേ അറൗണ്ട് ദ വേൾഡ് ചലഞ്ച്. വേൾഡ് ചലഞ്ച്, റിലേ അറൗണ്ട് ദ വേൾഡ് ചലഞ്ച് എന്നുള്ളതായിരുന്നു 2025 തീം. നിങ്ങൾ അത് ഓർത്തിരിക്കുക. 2024 വരുമ്പോൾ വേൾഡ് മൈൽ ചലഞ്ച് ആയിരുന്നു. വേൾഡ് മൈൽ ചലഞ്ച് എന്നുള്ളതായിരുന്നു 2024 തീം. അതുപോലെ തന്നെ 2025 എന്താണ്? എറൗണ്ട് ദ വേൾഡ്. നോക്കിയത് രണ്ടിടത്തും വേൾഡ് ഒക്കെ വരുന്നുണ്ട്, ചലഞ്ച് ഒക്കെ വരുന്നുണ്ട്. അപ്പം
റിലേ അറൗണ്ട് ദ വേൾഡ് എന്നുണ്ടെങ്കിൽ അത് 2025 24 എന്തായിരുന്നു വേൾഡ് മൈൽ ചലഞ്ച് എന്നുള്ള ആ ഒരു മൂന്ന് വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് 2024 2025 ഏത് ദിനം? ലോക അത്ലറ്റിക്സ് ദിനമാണ്. എന്നാണ്? മെയ് 7. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് മെയ് 22. മെയ് 22 എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വട്ടം ചോദിക്കുന്നതാണ്. എന്താണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങളിൽ PSC ആവർത്തിക്കുന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്ന് പറയുന്നത്. എന്താണ്? മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഓക്കെ, 2025 തീം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ്? പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. എന്താണ്? ഹാർമോണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഹാർമോണി വിത്ത് നേച്ചർ, പ്രകൃതിയുമായിട്ടുള്ളൊരു ഐക്യവും സുസ്ഥിര വികസനവും. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സുസ്ഥിരമായ വികസനത്തിലേക്ക് എന്താണ്? പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് 2025 ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ദിവസത്തിൻ്റെ തീം. ഓക്കെ, ഇനി 2024 കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ബി പാർട്ട് ഓഫ് ദ പ്ലാൻ, പദ്ധതിയുടെ ഭാഗമാകൂ എന്നുള്ളതാണ് 2024 തീം. വളരെ ഷോർട്ടാണ്, നമുക്ക് പഠിക്കാനും എളുപ്പമായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങിയാൽ മതി. ജൈവ വൈവിധ്യമാണ്. പ്രകൃതിയോട് എത്രയും ഇണങ്ങുന്നോ അത്രയും നല്ല രീതിയിൽ നമുക്ക് സുസ്ഥിരമായ വികസനം ഉണ്ടാകുമെന്ന് പഠിക്കാം. ഓക്കെ, 24 നമ്മൾ പദ്ധതിയുടെ ഭാഗമായി 25 നമ്മൾ കുറച്ചും കൂടി പ്രകൃതിയുമായിട്ട് ഇണങ്ങാൻ പറയുന്നു. അപ്പം അതാണ് 2025 എന്ത് ദിവസം? ജൈവ വൈവിധ്യ ദിനവുമായി ബന്ധപ്പെട്ട തീം എന്ന് പറയുന്നത്. അടുത്തത് മെയ് 31. മെയ് 31 എന്ന് പറയുന്നത് ലോക പുകയില വിരുദ്ധ ദിനമാണ്. പുകയിലയുടെ ഉപയോഗങ്ങൾക്കെതിരെ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. അതിന് 2025 തീം എന്താണ്? അൺമാസ്കിംഗ് ദ അപ്പീൽ. എന്താണ്? ആകർഷണം അനാവരണം ചെയ്യുന്നു. എക്സ്പോസിങ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഇൻ ടുബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രോഡക്ട്സ്. അപ്പോൾ നോക്കുക, ടുബാക്കോ നിക്കോട്ടിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് 2025 എന്ത് തീമാണ്? പുകയില വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട തീമാണ്. ആകർഷണം അനാവരണം ചെയ്യുന്നു. പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെ വ്യവസായ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുക. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന അൺമാസ്കിംഗ് ദ അപ്പീൽ? എന്താണ്? നിക്കോട്ടിൻ അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യവസായത്തിൻ്റെ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് 2025 തീം. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഈ വേർഡ്സ് നിങ്ങൾ ഓർക്കണേ. നിക്കോട്ടിൻ, ടുബാക്കോ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് 2025 തീം കിട്ടും. അതിൽ 2024 എന്തായിരുന്നു? പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ്. ഓക്കെ, നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യുക? ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ പുകയില വ്യവസായങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ 2024 തീം എന്ന് പറയുന്നത്. പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് 2024 തീമായിരുന്നു എന്നുണ്ടെങ്കിൽ 2025 അൺമാസ്കിംഗ് ദ അപ്പീൽ. എന്താണ്? നമ്മുടെ നിക്കോട്ടിൻ അതുപോലെ തന്നെ പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെ വ്യവസായ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു 2025 തീം. ഓക്കെ, അപ്പോൾ അതാണ് മെയ് 31 എന്ത്? ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. അടുത്തത് ജൂൺ 5, പരിസ്ഥിതി. ജൈവ വൈവിധ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് പരിസ്ഥിതി. ജൂൺ 5 പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ജൂൺ 5 2025 പരിസ്ഥിതി ദിനം വളരെ എളുപ്പമാണ്. പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ അവസാനിപ്പിക്കുക. എന്താണ്? ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു 2025. എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും ഈ പറയുന്ന ഒരു ആതിഥേയ രാജ്യമുണ്ടാകും. ഈ വർഷം 2025 അത് എന്താണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ, ദക്ഷിണ കൊറിയയുടെ ജേജു ദ്വീപിൽ വെച്ചിട്ടാണ് ആതിഥേയത്വം വഹിച്ചത് ഈ ലോക പരിസ്ഥിതി ദിനത്തിന്. ഓക്കെ, അപ്പം ലോക പരിസ്ഥിതി ദിനം 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം അല്ലെങ്കിൽ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജേജു ദ്വീപ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ. ദക്ഷിണ കൊറിയയിലെ ജേജു ദ്വീപാണ് എന്ത് ചെയ്യുന്നത്? ആതിഥേയത്വം വഹിച്ചത്. നിങ്ങൾ ദക്ഷിണ കൊറിയയും ഓർത്തിരിക്കണം. രാജ്യമായിരിക്കും അത് ഒരുപാട് വട്ടം. കഴിഞ്ഞ 2024 ആതിഥേയായ രാജ്യം ഏതാണെന്ന് ഒരുപാട് എക്സാമിന് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 ഏതാണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025, 24 കൂടി പറയാം. അതെന്തായിരുന്നു? ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ്
ഡ്രഫ്റ്റ് റിസൈലൻസ് എന്നുള്ളതായിരുന്നു. ഭൂമി പുനഃസ്ഥാപനം, മരുഭൂമീകരണം, വളർച്ചാ പ്രതിരോധം. ഓക്കെ ആണല്ലോ. അത് എന്താണ്? റീസ്റ്റോറേഷൻ, ലാൻഡ് റീസ്റ്റോറേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ 2024 എന്തെന്ന് പറയുന്നത് പ്രമേയം എന്ന് പറയുന്നത്. അതിന് ആ ഒരു ദിവസത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ ആയിരുന്നു. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണെങ്കിൽ 2025 വരുമ്പോൾ അത് ദക്ഷിണ കൊറിയ ആണ്. അത് എവിടെയാണ്? പ്രോപ്പർ സ്ഥലം ചോദിച്ചാൽ അത് ജേജു ദ്വീപാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അത് ലോക പരിസ്ഥിതി ദിനമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ. അടുത്തത് ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സുരക്ഷ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2025 തീമും പഠിക്കും, 2024 തീമും. 25 എന്താണ്? ഭക്ഷ്യസുരക്ഷ. 2 തീമിലും നമുക്ക് ഭക്ഷ്യസുരക്ഷ, ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് കാണാൻ പറ്റും. 2025 നമുക്ക് കുറച്ചുകൂടെ സയൻസുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം പ്രവർത്തനത്തിൽ അഥവാ സയൻസ് ഇൻ ആക്ഷൻ എന്ന് പറയുന്ന വേർഡാണ് വരുന്നത്. എന്താണ്? ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ, ശാസ്ത്രം പ്രവർത്തനത്തിൽ എന്ന് പറയുമ്പോൾ അത് 2025 24 അത് പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക. ഭക്ഷ്യസുരക്ഷയിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നുള്ളത് 2024 25 വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശാസ്ത്രത്തിനെ കൂട്ടുപിടിച്ചു. എന്താണ്? സയൻസ് ഇൻ ആക്ഷൻ അല്ലെങ്കിൽ ശാസ്ത്രം പ്രവർത്തനത്തിൽ, ഭക്ഷ്യസുരക്ഷ ശാസ്ത്രം പ്രവർത്തനത്തിൽ എന്നുള്ളതാണ് 2025 എന്താണ്? ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അത് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. അടുത്തത് ഓഷ്യനുമായി ബന്ധപ്പെട്ട് ലോക സമുദ്ര ദിനം. എന്താണ്? ജൂൺ 7 പഠിച്ചു, ഇപ്പം 8 പഠിക്കുകയാണ്. ലോക സമുദ്ര ദിനം 2025. വണ്ടർ, സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻ അസ്, അത്ഭുതം നമ്മെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ 2025 ലോക സമുദ്ര ദിനത്തിൻ്റെ തീമാണ്. ഇപ്പോൾ ഓർത്താൽ മതി, ഇപ്പോൾ കടലിൽ വളരെ റീസെൻ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാതെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? കടലിൽ കപ്പൽ കത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. നമ്മളങ്ങനെ കേട്ടുകേഴ്വി നമ്മുടെ നാട്ടിലൊന്നും അധികം കേൾക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് എന്താണ്? അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക, അത്ഭുതം. അപ്പോൾ കടലിൽ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതുകൊണ്ട് അവിടെ എന്താണ്? വണ്ടർ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അത്ഭുതം നമ്മെ നിലനിർത്തുക. വാട്ട് സസ്റ്റെയിൻ അസ് എന്നുള്ളതായിരുന്നു എന്ത്? 2025 തീം. 24 പുതിയ ആഴങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ്. അവേക്കൻ വാട്ട് ഡെപ്സ്. എന്താണ്? അവേക്കൻ ന്യൂ ഡെപ്ത് എന്നുള്ളതായിരുന്നു എന്ന് പറയുന്നത് 2024 തീം. ലോക സമുദ്ര ദിനത്തിൻ്റെ 2024 തീം അവേക്കൻ ന്യൂ ഡെപ്ത് എന്നുള്ളതായിരുന്നു. 2025 അത്ഭുതം നമ്മെ എന്താണ്? നിലനിർത്തുന്നത് എന്താണോ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് ലോക ബാലവേല വിരുദ്ധ ദിനം. ബാലവേലയുമായി ബന്ധപ്പെട്ട് അതിനെതിരെയുള്ള ദിനമാണ് ജൂൺ 12. അപ്പോൾ ജൂൺ 12 ലോക ബാലവേല നിരോധന നിയമം അല്ലെങ്കിൽ നിരോധന നിയമമല്ല, ലോക ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുന്നത് 2025. പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദെയർ ഈസ് മോർ ടു ഡു, ലെറ്റ്സ് സ്പീഡ് അപ്പ് എഫേർട്സ് എന്നുള്ളതാണ്. അപ്പോൾ 2024 എന്താണ്? പ്രോഗ്രസ് ഈസ് ക്ലിയർ, പുരോഗതി വ്യക്തമാണ്, പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ശ്രമങ്ങൾ വേഗത്തിലാക്കാം. ബാലവേല നിരോധനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് വളരെ വേഗത്തിലാക്കാം എന്നുള്ളതാണ്. എന്താണ്? ആ ഒരു പരിപാടി നമുക്ക് കുറച്ച് സ്പീഡിലാക്കാം എന്നുള്ളതാണ് 2025 തീം. 24 ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. എന്താണ്? ബാലവേല അവസാനിപ്പിക്കുക, നമ്മുടെ പ്രതിബന്ധങ്ങൾ പാലിക്കുക. ഓക്കെ ആണല്ലോ? ലെറ്റ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ പ്രതിബദ്ധത എന്താണെന്ന് വെച്ചാൽ അത് പ്രകടിപ്പിക്കുക. എന്താണ്? ബാലവേല അവസാനിപ്പിക്കുക എന്നുള്ളത് 2024 തീമായിരുന്നുവെങ്കിൽ 25 എന്താണ്? നമ്മൾ കുറച്ചും കൂടി കാര്യമായിട്ട് നമ്മുടെ എഫേർട്ടുകളൊക്കെ സ്പീഡപ്പ് ചെയ്യാൻ പറയുന്ന ഒരു തീമാണ് നമ്മുടെ 2025 വരുമ്പം കാണുന്നത്. പ്രോഗ്രസ് ഈസ് ക്ലിയർ, വളരെ വ്യക്തമാണ്. ദെർ ഈസ് മോർ ടു ഡു, കുറേ അധികം ചെയ്യാനുണ്ട്. എന്താണ്? നമ്മുടെ എഫേർട്ടുകളൊക്കെ കുറച്ച് സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് എന്താണ്? ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂൺ 21 യോഗാ ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അന്താരാഷ്ട്ര യോഗാ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ 21 2025 തീം എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. എന്താണ്? ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള യോഗ. ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് വേണ്ടിയുള്ള യോഗ എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്ലേഷൻ വരുന്നത്. യോഗ ഫോർ വൺ എർത്ത് വൺ
ഹെൽത്ത് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മുടെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും യോഗ മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. 11ാമത് ഇപ്പോൾ 2025 11ാമത് യോഗ മഹോത്സവത്തിന് വേദിയാകുന്നത് നാസിക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടി പഠിച്ചു വെച്ചിരിക്കുക. 11ാമത് യോഗ മഹോത്സവത്തിന് വേദിയാകുന്നത് നാസിക്കാണ്. അത് 2025 2027 വന്നാൽ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ, തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നുള്ളതാണ് 2024 എങ്കിൽ 25 എന്തായിരുന്നു, നമ്മൾ ഭൂമിക്ക് വേണ്ടിയാണ് യോഗ. അതുകൊണ്ടാണ് ഒരു ഭൂമിക്കും എന്താണ് ഒരു ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ 2025 യോഗ എന്ന് പറയുന്ന മുദ്രാവാക്യം വരുന്നത്. ഓക്കെ, 2025 എന്താണ്, യോഗ ഫോർ 1 എർത്ത് 1 ഹെൽത്ത് ആണ്. മറ്റേ 2024 സെൽഫ് ആൻഡ് സൊസൈറ്റി, തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. ഓക്കെ, അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അടുത്ത അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ്. അതെന്നാണ്, ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ 23. തീമുകൾ നമുക്ക് നോക്കാം. 2025 ലെവലിംഗ് ദ പ്ലേയിങ് ഫീൽഡ് സ്പോർട്ട് ഫോർ സോഷ്യൽ ഇൻക്ലൂഷൻ. അപ്പോൾ എന്താണ് സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നൊരു വാക്ക് എവിടെ വന്നിട്ടുണ്ട്, ഒളിമ്പിക്സ് ദിനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ്, ലെവലിംഗ് ദ പ്ലേ ഫീൽഡ്. അപ്പം ലെവലിംഗ് ദ പ്ലേ ഫീൽഡൊക്കെ ലെവൽ ചെയ്യുക, സോഷ്യൽ ഇൻക്ലൂഷൻ, സ്പോർട്ട് ഫോർ ദ സോഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചിരിക്കുക. 2024 കുറച്ചുകൂടി എളുപ്പമായിരുന്നു പഠിക്കാൻ. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളത് 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു. ഓക്കെ ആണല്ലോ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ദിവസമാണ് ലോക ലഹരി വിരുദ്ധ ദിനം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ 2025 ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ്, ബ്രേക്കിംഗ് ദ ചെയിൻസ് പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നായിരുന്നു. അപ്പം ലഹരിക്കെതിരെ ഒരുപാട് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് 2025 തീം. എന്താണ്, ബ്രേക്കിംഗ് ദ ചെയിൻസ് പ്രിവെൻഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധം തീർക്കുക, ചികിത്സ നൽകുക, അങ്ങനെ അവരെ വീണ്ടെടുക്കുക, റിക്കവറി നൽകി വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 2025 ലഹരി വിരുദ്ധ തീം വരുന്നത്. ചങ്ങലകൾ തകർക്കുക, ബ്രേക്കിംഗ് ദ ചെയിൻസ് പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നുള്ളതായിരുന്നു 2025 ക്യാമ്പയിൻ. ചങ്ങലകൾ തകർക്കുക, പ്രതിരോധം, ചികിത്സ, എല്ലാവരെയും വീണ്ടെടുക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും വീണ്ടെടുക്കുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, 2024 അതെന്താണ്, ദി എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നുള്ളതാണ്. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അപ്പോൾ തെളിവുകളൊക്കെ വ്യക്തമാണ്, എന്ത് ചെയ്യുക, പ്രിവെൻഷൻ. അടുത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2024 നമ്മൾ ആ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. 25 ആയപ്പോഴേക്കും നമ്മൾ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക, അല്ലെങ്കിൽ ചങ്ങലകൾ തകർക്കുക, ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു തീമിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്, ജൂൺ 26. അടുത്തത് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. അതിൽ 2024 തീം എന്താണ്, ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ. ആരെയും പിന്നിലാക്കാതിരിക്കാൻ എല്ലാവരെയും എണ്ണുക. ജനസംഖ്യയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ജനസംഖ്യയിൽ എന്താവണം, എല്ലാ ആളുകളും ഉണ്ടാവണം. അപ്പം ആരെയും പിന്നിലാക്കാതിരിക്കാൻ എല്ലാവരെയും എണ്ണുക. ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ എന്നുള്ളതാണ് 2024 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ തീം. എന്നാണ് ലോക ജനസംഖ്യാ ദിനം? ജൂൺ 11 ജൂൺ 11 പോപ്പുലേഷൻ ഡേ അഥവാ ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന മിഷൻ എവിടെയാണ് ലാൻഡ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ ദിവസം നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന് തീം ഉണ്ടായിരുന്നു, ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ. ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ. അതാണ് 2024 എന്തെന്ന് പറയുന്നത്, നമ്മുടെ ദേശീയ ബഹിരാകാശ ദിനം, ഇന്ത്യയുടെയാണ് ദേശീയ ബഹിരാകാശ ദിനം. അപ്പം നമ്മളത് ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ മിഷൻ സക്സസ്ഫുൾ ആയതിൻ്റെ ആ ഒരു ലാൻഡ് ചെയ്ത ദിവസമാണ്. അപ്പോൾ ടച്ചിങ് ദ മൂൺ എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നുള്ളതാണ് 2024 എന്തെന്ന് പറയുന്നത് നമ്മുടെ ബഹിരാകാശ ദിനത്തിൻ്റെ
പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലോക ഓസോൺ ദിനം. ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16 ഓസോൺ പാളികളുമായിട്ട് ബന്ധപ്പെട്ട ഓസോൺ വിള്ളലൊക്കെ അതിനൊക്കെ എതിരെയുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ദിനമാണ് ഓസോൺ ദിനം എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക, 2024 തീമിലും ഈ പറയുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ട്. എന്താണ്? കാലാവസ്ഥാ നടപടികളുടെ പുരോഗതി. കാലാവസ്ഥ നടപടികളുടെ പുരോഗതി എന്നുള്ളതാണ് ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം. 2024 ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ. മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ നടപടികളുടെ പുരോഗതി എന്നുള്ളതായിരുന്നു 2024 തീം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ലോക ഹൃദയ ദിനം. ഹൃദയവും ബന്ധപ്പെട്ട് ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസം സെപ്റ്റംബർ എന്നാണ്? 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. അതിൻ്റെ പ്രമേയം വളരെ എളുപ്പമാണ്. എന്താണ്? യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. എന്താണ്? പ്രവർത്തനത്തിനായി ഹൃദയം ഉപയോഗിക്കുക. പ്രവർത്തനത്തിനായി ഹൃദയം ഉപയോഗിക്കൂ അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള പ്രമേയമാണ് 2024 ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് ലോക ഭക്ഷ്യദിനം. ഭക്ഷ്യദിനം എന്താണ്? ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അതുമായി ബന്ധപ്പെട്ട എന്താണ്? റൈറ്റ് ടു ഫുഡ്സ് ഫോർ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ. ഭക്ഷണത്തിനുള്ള അവകാശം. ലോക ഭക്ഷ്യദിനത്തിൻ്റെയാണ്. ഭക്ഷണത്തിനുള്ള അവകാശം നല്ല ജീവിതത്തിനും നല്ല ഭാവിക്കും അല്ലേ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം നമുക്ക് ജീവിക്കാം. അപ്പോൾ നല്ല ഭക്ഷണം എന്നുള്ളത് എന്താണ്? നല്ല ജീവിതത്തിനും നല്ല ഭാവിക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എന്താണ്? ഭക്ഷണം എന്നുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം നല്ല ജീവിതത്തിനും നല്ല ഭാവിക്കും എന്നുള്ളതാണ് 2024 ലോക ഭക്ഷ്യദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്നാണ് ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത്? ഒക്ടോബർ 16 ഒക്ടോബർ 16. അടുത്തത് എന്താണ്? ഡിസംബർ 1. നമുക്കറിയാം എന്ത് ദിനമാണ്? ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ 1 എന്ന് പറയുന്നത്. അതിൻ്റെ തീം 2024 തീം എന്ന് പറയുന്നത് ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. എന്താണ്? ശരിയായ പാത സ്വീകരിക്കുക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ശരിയായ പാത സ്വീകരിക്കുക എന്നുള്ളതാണ് ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ. ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഓക്കെ, ശരിയായ പാത സ്വീകരിക്കുക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അത് ഏത് ദിവസവുമായി ബന്ധപ്പെട്ടാണ്? ലോക എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ടാണ്. എന്നാണ് ലോക എയ്ഡ്സ് ദിനം എന്ന് പറയുന്നത്? ഡിസംബർ 1. ഓക്കെ, അടുത്തത് ലോക മണ്ണ് ദിനം. എന്നാണ് ലോക മണ്ണ് ദിനം? മണ്ണ് ദിനവും PSC ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 5. മണ്ണ് ദിനത്തെക്കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. SCRT ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ലോക മണ്ണ് ദിനത്തെക്കുറിച്ചൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 5. എന്നാണ് 2024 മണ്ണിൻ്റെ പരിപാലനം, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. കെയറിങ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ, മാനേജ്. അപ്പോൾ മണ്ണിനെ പരിപാലിക്കുന്നതിനായിട്ടുള്ളതാണ് മെഷർ, മോണിറ്റർ, മാനേജ്. കെയറിങ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ, മാനേജ് എന്ന് പറയുന്നതാണ് മണ്ണ് ദിനവുമായി ബന്ധപ്പെട്ടത്. മണ്ണിൻ്റെ പരിപാലനം, അപ്പോൾ അതിനെ അളക്കുക, നിരീക്ഷിക്കുക, അതുപോലെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് 2024 മണ്ണ് ദിനം. എന്നാണ് മണ്ണ് ദിനം? ഡിസംബർ 5 ഓക്കെ, ഇനി അടുത്തത് മനുഷ്യാവകാശ ദിനം. എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം? ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ 10 അപ്പോൾ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. അതിൻ്റെ തീം 2024 തീം എന്തായിരുന്നു? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോഴുള്ള നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചുമാണ് നമ്മൾ ബോധവാന്മാരാവണം എന്നുള്ളതാണ് ആ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി, നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ, ഇതൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ആ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഡിസംബർ 24. എന്താണ്? ദേശീയ ഉപഭോക്തൃ ദിനം. നമ്മുടെ രാജ്യത്തിൻ്റെയാണ് ദേശീയ ഉപഭോക്തൃ ദിനമാണ് ഡിസംബർ 24. 2024 തീം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്താണ്? വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. അപ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ആക്സസ് എന്ന് പറയുന്നൊരു വാക്ക് അവിടെ വരുന്നുണ്ട്. കൺസ്യൂമേഴ്സിനായിട്ട് ഡിജിറ്റൽ ആക്സസ് കൊടുക്കുക. വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. അപ്പോൾ ഉപഭോക്താക്കളുടെ നീതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക?
വിർച്വൽ ആയിട്ടുള്ള ഹിയറിങ്സും അതുപോലെ തന്നെ ഡിജിറ്റൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതെന്നാണ്? ഡിസംബർ മാസം 24 ഡിസംബർ 24 എന്ത് ദിവസമാണ്? ദേശീയ ഉപഭോക്തൃ ദിനമാണ്. നമ്മൾ ജനുവരി മുതൽ ഡിസംബർ മാസം വരെയുള്ള പ്രധാനപ്പെട്ട ദിനങ്ങളും ആ ദിനങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട ഇനി ചോദിക്കാം, അതുപോലെ തന്നെ PSC ആവർത്തിച്ച് ചോദിക്കുന്ന റീസെൻ്റായിട്ട് എല്ലാ എക്സാമും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.